ഇപ്പൊ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആറാകലവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ അടുത്ത് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ആ ഒരു വീഡിയോയിൽ ജാൻമണിക്കെതിരായിട്ടാണ് രഞ്ജിനി സംസാരിച്ചിട്ടുള്ളത്. അതായത് ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി രഞ്ജിനിയുടെ ഒരു ഉറ്റ സുഹൃത്തു കൂടിയാണ്, പോരാത്തതിന് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ ഇത്രയും ബന്ധം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും രഞ്ജിനി ഹരിദാസ് ഈ ഒരു ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നേക്കുന്നത്. അതായത് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് തന്നെയാണ് കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് വരാം. Talking about Janmani and I'm so angry. എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ അടുത്ത് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. വലിയ ശക്തമായി തന്നെയാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. ബിക്കോസ് ഐ എം സോ ഡിസപ്പോയിന്റഡ്, റൈറ്റ്? ദൈവം നമ്മളെയൊക്കെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അഫ്കോഴ്സ് എല്ലാവർക്കും അവരുടേതായ പൊസിഷൻസ് ഉണ്ട് ജീവിതത്തിൽ, അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ ശബ്ദമുണ്ട്, അവരുടേതായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, അതൊക്കെയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മളൊരു കാര്യം പറയുമ്പം നമ്മൾ ആലോചിച്ചും കണ്ടുമൊക്കെ പറയണം. ആലോചിച്ചും കണ്ടും പറയണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണം. പക്ഷേ അത് ശരിയാണ്, എത്ര കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്ന. വെറുന്നല്ല, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് മാത്രമേ നമ്മൾ പൊതുസമൂഹത്തിൽ വന്നിട്ട് എന്ത് കാര്യം സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ കടന്ന രീതിയിൽ, അതും ഈ ഒരു ജാൻമണി അദ്ദേഹത്തെ പറഞ്ഞ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതിനു ശേഷമാണ് ഈ ഒരു മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു രഞ്ജിനി എന്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഈ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഇതിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും ആൾക്കാർ ചോദിക്കും. അത് പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം അത്രയും മുറ്റ സുഹൃത്തായിട്ടും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തുകൊണ്ട് ജാൻമണിക്കെതിരെയായിട്ട് ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നിനും രഞ്ജിനിയെ കണ്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് രഞ്ജിനി ഇപ്പൊ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. ഒരാളെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആവരുത്. മറ്റൊരു കാര്യത്തിന്റെ ചിന്താഗതിയെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പറയാം, അതിന്റെ എതിരഭിപ്രായം പറയാം, അതൊക്കെ നമുക്ക് ചെയ്യാം. ആസ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് ഈസ് അവർ റൈറ്റ്. പക്ഷെ അതിന്റെ ഒരു എൻഡ് ലൈൻ എന്ന് പറയുന്നത്, ഐ എം നോട്ട് ഹിയർ ടു ഇൻസൾട്ട് അനദർ പേഴ്സൺ, ഐ എം നോട്ട് ഹിയർ ടു ബ്രിങ് ഡൗൺ അനദർ പേഴ്സൺ. നമ്മൾ ആരും മറ്റുള്ളൊരാളെ കുറ്റം പറയുമ്പോൾ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യൂ, അവർ ചെയ്യുന്ന കാര്യത്തിനെ ചോദ്യം ചെയ്യൂ, അവരെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മര്യാദയ്ക്ക് ചോദ്യം ചെയ്യാം. എന്തിനാണ് നമ്മൾ പേഴ്സണലായി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അത് ഫാക്ട്സ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ് കേട്ടല്ലോ. അപ്പൊ ഇതാണ് പറയുന്നത്, ഈ ഒരു ജാൻമണി നമ്മുടെ പ്രധാനമന്ത്രിയെ മോദിജിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജന്തർ മന്ദിർ ആ ഒരു സമരം നടക്കുന്ന സമയത്തൊക്കെ ജാൻമണി അത്രയധികം ആൾക്കാരെ സ്വീകരിച്ചിരുന്നു, ജനമനസ്സുകളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും ആള് ഭയങ്കര കോമഡി ആയിട്ടാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതിനിടയിൽ ആ ഒരു സമയത്തുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന സമയത്താണ് ഉടനെ ഇങ്ങനെയുള്ളൊരു വിഡ്ഢിത്തരം പിടിച്ച കാര്യങ്ങൾ എവിടെന്നോ കേട്ടറിഞ്ഞ കാര്യമാണ്, ഇനി എവിടെ നിന്ന് പഠിച്ചെന്ന് പോലും അറിയത്തില്ല. ആ ഒരു കാര്യം വന്നിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് അദ്ദേഹത്തെ മോശമായിട്ടുള്ള രീതിയിൽ, അദ്ദേഹത്തിന്റെ അച്ഛൻ 1947 മരണപ്പെട്ടത്, നരേന്ദ്രമോദിജി ജനിച്ചത് 1950 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കാണുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ജാൻമണി പറഞ്ഞതിനോട് 100% എതിരായിട്ട് തന്നെയാണ് രഞ്ജിനി സംസാരിക്കുന്നത്. I talk about things very very honestly. മുഖത്ത് നോക്കി പറയും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് ഞാനത് ഫാക്ച്വലി ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാറ്. ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് കറക്റ്റ് രീതിയിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അത്രയും അധികം ഇൻഫർമേഷൻ ആണ് ഉള്ളത്. പണ്ടൊക്കെ കുറച്ചുകൂടെ സിംഗുലർ നാരറ്റീവ്സ് ആയിരുന്നു, കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇൻഫർമേഷൻ മാത്രം വായിച്ചാൽ മതി. ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പൂളാണ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്, ഇന്റർനെറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അധികം ഇന്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ ഓരോ കാര്യവും കറക്റ്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി എ സബ്ജക്ട്. സോ ഐ ഫീൽ ലൈക്ക്
ജോൺ റീസെന്റ് ഒരു കാര്യം പറഞ്ഞപ്പം ഷീസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് ഹർ ടു ബിറ്റ്സ്, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് ഹർ, ഐ വിൽ സ്റ്റാൻഡ് ബൈ ഹർ. ബട്ട് മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷെ അതിൽ വൃത്തികേട് കലർത്തിയിട്ടുള്ള രീതിയാണെങ്കിൽ നമുക്കത് വിമർശനമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജാൻമണിക്കെതിരെ ഇപ്പൊ ഏകദേശം 12ഓളം കേസുകളാണ് നിലവിലുള്ളത്. വല്ല കാര്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് നല്ല രീതിയിൽ പോകേണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പൊ കേസിന്റെ പുറകെ പോകേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ആരും വിട്ടുകൊടുക്കത്തില്ല. കാരണം വെച്ചാല് അതും അദ്ദേഹത്തെ, ആ ഒരു പ്രധാനമന്ത്രിയായ ഒരു മനുഷ്യനെ ഇത്രയധികം മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സമൂഹത്തിൽ ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഈ ഒരു നാട്ടിലൊക്കെയാണ് ഇങ്ങനെ. വേറെ വല്ല രാജ്യത്താണെങ്കിൽ ഈ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു സൗകര്യം പോലും കിട്ടത്തില്ല. അപ്പം അതൊക്കെ മനസ്സിലാക്കിയാണ് ആദ്യം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് പറയുമ്പോഴത്തേക്ക് ആലോചിക്കുക. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പോക്കർത്തനം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാനത് കണ്ടം ചെയ്തില്ലെങ്കിൽ എന്റെ നിലപാടിനെ അത് ബാധിക്കും. നിലപാടിനെ ബാധിക്കുന്നല്ല, ഐ എം വെരി ആംഗ്രി വിത്ത് ഹർ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഫീൽ ബാഡ് ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ബട്ട് ഡൂഡ്, ലൈക്ക് nothing in this world gives anyone the right to abuse anybody, no matter what position, the way she did. Not just her, അങ്ങനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ദാറ്റ് ഇസ് സെക്കൻഡറി. ബട്ട് ഐ ഫീൽ ദാറ്റ് നമ്മള് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണി അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, എന്താ ജാൻ, വാട്ട് ഇസ് ഇറ്റ്, വൈ ഡു യു ടോക്ക് ലൈക്ക് ദിസ്, വിടുവാത്തരം എന്നൊക്കെ പറയില്ലേ, ആലോചിക്കാതെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ പറയാതിരിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? ലൈക്ക് ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? ഐ ആസ്ക്ഡ് her why do you say stuff like this? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है, मैंने ये देखा. So what she's saying is, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് എന്തോരം സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ കാര്യം വിടൂ. എന്നെ കുറിച്ച് മോശമായി എന്തോരം വീഡിയോസും റീൽസും ഒക്കെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ജാൻമണി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം മന്ത്രിക്കൊക്കെ എതിരായിട്ട് നിന്ന് സംസാരിച്ചാൽ ഒരുപാട് സപ്പോർട്ട് വരും, ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഒന്നും കൂടി ഇവരെ അറിയും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത്രയും ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു രഞ്ജിനി ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നത്. ജാൻമണി അത് തന്റെ സുഹൃത്താണെന്നുള്ളൊരു ഇത് വെച്ചിട്ടൊന്നുമല്ല, ആളുടെ നിലപാടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിൽ നമ്മൾ യോജിക്കണം. കാരണം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം വെച്ചാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തൊക്കെയോ കൂട്ടി ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കുക, നമ്മൾ മാന്യതയോടെ സംസാരിക്കുക. ഇപ്പോഴും എന്റെ എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ അസോൾട്ട് ചെയ്തിട്ടും നമ്മളെ വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജാൻ അത് വിശ്വസിക്കാത്ത? പക്ഷെ വേറെ റാൻഡം ആള് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ സെലക്ടീവ് ചിന്താഗതി ആയതുകൊണ്ടാണ് അല്ലെ. ഇപ്പം എന്ത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഒരാളെ ഒരു രീതിയിൽ കാണുന്നത് കൂട്ടുകാരി ആയതുകൊണ്ടും മറ്റൊരാളെ വേറൊരാൾ കാണുന്നതുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ആയാൽ then the stand is a bit shaky. So then I asked her, sometimes I feel ചില ആൾക്കാർ എടുത്തുചാട്ടക്കാരാണ്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരിയായിരുന്നു പണ്ട്, ഇപ്പോഴും ആണ്. പക്ഷെ എന്റെ എടുത്തുചാട്ടത്തിലും ഒരു സെൻസ് ഇല്ലേ അമ്മേ? എന്റെ അമ്മയുടെ സൈഡിൽ നിന്ന് കേൾക്കുകയാണ് ഞാൻ വല്ല പൊട്ടത്തരം പറയുന്നുണ്ടോ എന്ന് ഇല്ലേ? എന്റെ എടുത്തുചാട്ടത്തിൽ ഒരു സെൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയ ഒരാളാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തും പറയും. പക്ഷെ ഞാൻ പറയുന്നതിൽ ഞാൻ പോയിന്റ് ഇട്ട് പറയുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് ചില സമയത്ത് പാളി പോകാറുണ്ട്. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഡസന്റ്. ബട്ട് ഐ ഫീൽ വൺസ് യു ക്രോസ് എ പെർട്ടിക്കുലർ ഏജ്, കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ എനിക്ക് അത് ഫൊർഗിവ് ചെയ്യാമെന്ന് വിചാരിക്കാം. 18-20 പോട്ടെ, ലെറ്റ് ഇറ്റ് ബി. ബട്ട് 30, 35, 40, എന്നൊക്കെ പറഞ്ഞ വയസ്സ് നമ്മൾ ശരിക്കും ഇരുത്തം വന്ന ഒരു പ്രായമാണ്. യു ഷുഡ് ബി തിങ്കിങ് ബിഫോർ യു സ്പീക്ക്. ഇറ്റ് ഈസ് so important. So I just wanted to take out my frustration and I did it. I've already shouted at her enough. There's a case against her. അവൾ പറഞ്ഞ കാര്യം എന്ത് മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല, അത് എന്ത് രീതിയിലാണ് ഞങ്ങളെ എഫക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളെ ചുറ്റും നിൽക്കുന്ന ഞങ്ങളെയും എഫക്ട് ചെയ്യുന്നത്. ബിക്കോസ് എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീസ് കറന്റ്ലി കമ്മിങ് ഫോർ വർക്ക് വിത്ത് മീ ആൻഡ് ഷീ ഗെറ്റ്സ് ഓൾ ദീസ് അബ്യൂസ്.
എനിക്ക് കിട്ടുന്ന അബ്യൂസ് പോട്ടെ, ഇത്രയും കേസസ് അത് ഇതും ഇതിന് ഒരു ആവശ്യമുണ്ട്? ശരിയല്ലേ രഞ്ജിനി പറയുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. കാരണം രഞ്ജിനിയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. ഈ ഒരു ജാൻമണി പറഞ്ഞ കാര്യത്തിന് അവര് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ മുഴുവനായിട്ട് ഇത് ബാധിക്കും. കാരണം വെച്ചാല് നിങ്ങളുടെ സുഹൃത്തല്ലേ ഇന്നതുപോലെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ജാൻമണി ഇങ്ങനെ പറഞ്ഞെന്നുള്ള ചോദ്യം ഇവരിലേക്ക് എത്തും. അപ്പൊ അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ എന്ത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് ശരിയായിട്ടുള്ള രീതി അല്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പൊ മാപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ ഇടയിൽ. ഇപ്പൊ ജാൻമണിയാണ് പെട്ടെന്ന് നിൽക്കുന്നത്. എല്ലാ സോഷ്യൽ മീഡിയയിലും ജാൻമണി എന്നാ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഇതിന് ഉപരി വേറെ പല പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നവർക്കെതിരെ നല്ല ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ചുമ്മാ തോന്നുന്നത് പോലെ വായിൽ തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ചുമ്മാ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിളിച്ചു കൂവുന്നുണ്ട്. അപ്പൊ അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് വന്നിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാം തകിടം മറിച്ചിട്ടിരിക്കുകയാണ് ജാൻമണി. എന്തായാലും രഞ്ജിനി ഹരിദാസ് പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ ടാറ്റ.